എൻ്റെ പേര് പി എ പൗരൻ, അഡ്വക്കേറ്റാണ്. മഞ്ചേരിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു. അതോടൊപ്പം ഇവിടെ എലപ്പുള്ളിയിൽ മണ്ണൂക്കാട് പുതിയതായി ഒരു മദ്യ നിർമ്മാണശാല വരുന്നു. അതിനെതിരെ ജനകീയമായിട്ടുള്ള ഒരു സമരസമിതി അവിടെ രൂപീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം ആ സമരസമിതിയെ സഹായിക്കാനുള്ള ഒരു ഐക്യദാർഢ്യ സമിതി ഉണ്ടാക്കിയിട്ടുണ്ട്. ഐക്യദാർഢ്യ സമിതിയുടെ സംസ്ഥാന അതിൻ്റെ ചെയർമാനാണ് ഞാൻ. അതിൻ്റെ കൺവീനർ എൻ്റെ തൊട്ടടുത്ത് തന്നെയുണ്ട്, ശ്രീനിവാസൻ. അതിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്ന അനവധി പേരിവിടെ ഉണ്ട്. അഡ്വക്കേറ്റ് ജോൺ ജോസഫ് ഫ്രം എറണാകുളം, വെളയോടി വേണുഗോപാൽ പോലെയുള്ള ആൾക്കാർ ഇവിടെ ധാരാളം ഉണ്ട്. അപ്പോൾ അവരെയും കൂടി പ്രതിനിധീകരിച്ചാണ് ഞാൻ ആദ്യം സംസാരിക്കുന്നത്. ഇവിടെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം വെള്ളത്തിൻ്റെ ലഭ്യതയും അതോടൊപ്പം എലപ്പുള്ളിയിലെ പ്രത്യേകിച്ച് 6-ാം വാർഡിൽ കൃഷിയെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന 100 കണക്കിന് കർഷകരുണ്ട്, കർഷക തൊഴിലാളികളുണ്ട്. ഈ മദ്യനിർമ്മാണശാല തുടങ്ങിയാൽ ബ്രൂവറി എന്നുള്ള പേര് തന്നെ തെറ്റിദ്ധരിപ്പിക്കാനുള്ളതാണ്. ബ്രൂവറി അത് കെമിക്കലായിട്ട് ഒരു പ്രൊഡക്റ്റിനെ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ ഒരു പേരായിട്ടും കൂടി അതിനെ ഉപയോഗിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് എത്തിലീൻ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതേമാതിരിയുള്ള കെമിക്കൽസ് ഉൽപ്പാദിപ്പിക്കാനുള്ളൊരു ഫാക്ടറിയാണ് അവിടെ വരുന്നത് എന്നുള്ള വ്യാജേനയാണ് ഇപ്പോൾ സർക്കാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് നിർമ്മാണ അനുമതി വരെ കഴിഞ്ഞ 6-ാം തീയതി, ഈ ജൂൺ മാസം 6-ാം തീയതി ഗവൺമെൻറ് മുൻകൈ എടുത്തുകൊണ്ട് നൽകിയിരിക്കുകയാണ്. ഈ ഗവൺമെൻറ് ഒരു പ്രത്യേകത, ശ്രീ പിണറായി വിജയൻ്റെ സർക്കാരിനൊരു പ്രത്യേകത ഉള്ളത് ഈസ് ഓഫ് ഡൂയിങ്, അതിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം കിട്ടിയിരിക്കുന്നു. നമ്പർ 1 ഇൻ സ്റ്റേറ്റ് ഇൻ ദ കൺട്രി. ഈസ് ഓഫ് ഡൂയിങ് എന്ന് വെച്ചാൽ പുതിയ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് രാജ്യത്തെ മാതൃകയാണ് കേരളം എന്നുള്ള രൂപത്തിലാണ് അംഗീകാരം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് ഉയർത്തി കാണിച്ചുകൊണ്ടാണ് ഈ പാലക്കാടിനെ പ്രതിനിധീകരിക്കുന്ന ഒരു മന്ത്രി, യുവമന്ത്രി, ഇപ്പോൾ സ്റ്റേജുകളിൽ മാറി മാറി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ നോക്കൂ, ഈസ് ഓഫ് ഡൂയിങ്ങിൽ 1-ാം നമ്പർ കേരളമാണ്, നമ്പർ 1 കേരള. അതുകൊണ്ട് ഇതിനെതിരെ സംസാരിക്കുന്നവരെല്ലാം തന്നെ രാജ്യദ്രോഹികളാണ്, അല്ലെങ്കിൽ വികസനത്തിന് എതിരായിട്ടുള്ളവരാണ്. അതുകൊണ്ട് അവരെ സൂക്ഷിക്കുക എന്നുള്ളൊരു വാണിംഗ് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, ഇപ്പോൾ 2016 പ്രകടന പത്രിക ഞാൻ വായിച്ചിട്ടുണ്ട്, നോക്കിയിട്ടുണ്ട്. 2021 പ്രകടന പത്രിക നോക്കിയിട്ടുണ്ട്. ഘട്ടം ഘട്ടമായി മദ്യം നിരോധിക്കുമെന്ന് പറഞ്ഞു. കേരളത്തിലെ സാംസ്കാരിക നേതാക്കന്മാർ, ഇവിടെ കൂടിയിരിക്കുന്ന ബിഷപ്പുണ്ട്, അല്ലെങ്കിൽ അച്ഛന്മാരുണ്ട്, അവരെയും പ്രതിനിധീകരിക്കുന്നവർ കൂടി ശ്രീ പിണറായി വിജയനെ കാണാൻ വേണ്ടി സെക്രട്ടേറിയറ്റിൽ പോയിരുന്നു. അവർ ആവശ്യപ്പെട്ടത് നിങ്ങളുടെ പ്രകടന പത്രിക പ്രാവർത്തികമായി നടപ്പിലാക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നാണ് ആവശ്യപ്പെട്ടത്. KCBCയുടെ പ്രതിനിധികൾ ഉണ്ടായിരുന്നു. KCBCയെ പറ്റി പറഞ്ഞതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. പിണറായി വിജയനെ എല്ലാം കേട്ടുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതൊക്കെ വളരെ കൃത്യമാണ്. കേരളത്തിൽ മദ്യം ഘട്ടം ഘട്ടമായി നിരോധിക്കുവാനും തടയുവാനും ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. പക്ഷേ നിങ്ങൾ വീട്ടിലെത്തുമ്പോൾ, അല്ലെങ്കിൽ അരമനയിലെത്തുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥലത്തെത്തുമ്പോൾ കേരളത്തിലെ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ നിയമനം PSCക്ക് നൽകിക്കൊണ്ട് ഒരു ഉത്തരവ് ഇവിടുന്ന് പോകും. മനസ്സിലായില്ലേ? എയ്ഡഡ് വിദ്യാലയങ്ങളിലെ അധ്യാപക നിയമനം PSCക്ക് വിടണമെന്ന് 1957 ജോസഫ് മുണ്ടശ്ശേരിയുടെ റെക്കമെൻഡേഷനുണ്ട്. വിദ്യാഭ്യാസ കച്ചവടം അവസാനിപ്പിക്കാൻ വേണ്ടി വിദ്യാഭ്യാസ നിയമം ഉണ്ടാക്കിക്കൊണ്ട് ജോസഫ് മുണ്ടശ്ശേരി അത് കൃത്യമായിട്ട് നമ്മുടെ നിയമത്തിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ പിണറായി വിജയൻ പറഞ്ഞത് ആ നിർദ്ദേശം ഞങ്ങൾ നടപ്പിലാക്കും, ഏതാ വേണ്ടതെന്നാണ് ചോദിച്ചത്. നിർഭാഗ്യവശാൽ അദ്ദേഹത്തെ കാണാൻ പോയ നമ്മുടെ ജനപ്രതിനിധികൾ, അല്ലെങ്കിൽ നമ്മുടെ സാംസ്കാരിക നായകന്മാർ, അല്ലെങ്കിൽ ഈ പറയുന്ന ജനങ്ങൾക്ക് മദ്യം
കൊടുക്കുന്നത്, വ്യാപകമായി കൊടുക്കുന്നത് 952 ബാറുകളെ പറ്റി പറഞ്ഞു. ഇപ്പോൾ KSRTC പോലും മദ്യം കൊടുക്കാനുള്ള നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സുൽത്താൻ ബത്തേരിയിലെ KSRTC ഡിപ്പോയിൽ മദ്യം കൊടുക്കാൻ പോകുന്നു, ബേബിക്കോയുടെ ഔട്ട്ലെറ്റ് തുടങ്ങാൻ പോകുന്നു. മനസ്സിലായി? അപ്പോൾ ആ രൂപത്തിലുള്ള നടപടികൾ നിങ്ങൾ നിർത്തിവെക്കാൻ സാധിക്കുകയില്ല. പകരം നിങ്ങളുടെ എയ്ഡഡ് കോളേജുകളിലെ, എയ്ഡഡ് സ്കൂളുകളിലെ, എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അപ്പോയിൻമെൻറ്റ്സ്, അധ്യാപകരുടെ അപ്പോയിൻമെൻറ്റ് PSCക്ക് വിടാം എന്ന് പറഞ്ഞപ്പോൾ വാലും മടക്കി പോകേണ്ട ഒരു അവസ്ഥ കേരളത്തിൽ ഉണ്ടായി എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ക്ഷമിക്കണം പറയുന്നത്, ഇതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതുകൊണ്ട് ഇതിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന എന്ന് പറയുന്നവർ എന്തുമാത്രം സിൻസിയറിറ്റിയോട് കൂടിയാണ് അതിലേക്ക് ഇറങ്ങിത്തിരിക്കുക എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ നടക്കേണ്ടത് കൃഷിയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കൃഷിക്ക് ആവശ്യമായ വെള്ളം സംരക്ഷിക്കപ്പെടണം, മണ്ണ് സംരക്ഷിക്കപ്പെടണം, വായു സംരക്ഷിക്കപ്പെടണം. ഇത് സംരക്ഷിക്കുക എന്നുള്ളത് അടിസ്ഥാന ആവശ്യമായിക്കൊണ്ട് അവിടുത്തെ കർഷക തൊഴിലാളികൾ, അതേപോലെ ജനങ്ങൾ, പ്രത്യേകിച്ച് 6-ാം വാർഡിലെയും അല്ലെങ്കിൽ സമീപ വാർഡുകളിലെയും ജനങ്ങൾ മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. അവരെ സഹായിക്കുന്ന ഒരു നിലപാട് നമ്മൾ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. ശ്രീ രാജഗോപാലിനെ രാവിലെ കണ്ടപ്പോൾ ഞങ്ങൾ സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം ജനങ്ങളുമായി ഇടപഴകുവാനുള്ള അദ്ദേഹത്തിൻ്റെ പ്രത്യേക ഒരു സ്ട്രാറ്റജി ഉണ്ട്. ആ സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് വീടാന്തരം കയറി ഇറങ്ങിക്കൊണ്ട്, ജോൺ ജോസഫൊക്കെ അതിന് മുൻകൈ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, വീടാന്തരം കയറി ഇറങ്ങിക്കൊണ്ട് എലപ്പുള്ളിയിലെ അഫക്റ്റഡ് ആയിട്ടുള്ള വില്ലേജസിലെ അല്ലെ ഗ്രാമങ്ങളിലെ വാർഡുകളിലെ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട്, കാരണം അവരെ രാഷ്ട്രീയമായി വേർതിരിക്കാനുള്ള ശ്രമം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ടു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ട് ബന്ധപ്പെട്ടു, വൈസ് പ്രസിഡന്റ് ശ്രീ സുനിൽകുമാർ ഇപ്പോൾ ഇവിടെ വന്നിരുന്നു, ശ്രീ VM സുധീരനായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടു. അപ്പോൾ അദ്ദേഹം ഇവിടുത്തെ DCC പ്രസിഡന്റിന് വിളിക്കുകയും DCC പ്രസിഡന്റ് മുഖാന്തരം പഞ്ചായത്ത് പ്രസിഡന്റിനെ നിർദ്ദേശം കൊടുക്കാം എന്ന് പറയുകയും ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. കാരണം ഇവിടെ ബിഷപ്പ് ചൂണ്ടിക്കാണിച്ചു, പഞ്ചായത്ത് രാജ് ആക്ടിലെ സെക്ഷൻ 232 1993 ഉണ്ടാക്കിയ ആ സെക്ഷൻ വകുപ്പ് 1996-97 ഡിലീറ്റ് ചെയ്തു, പിൻവലിച്ചു. അതുകൊണ്ട് തന്നെ പഞ്ചായത്തുകൾക്ക് ഇത് നിരോധിക്കാൻ നിവൃത്തിയില്ല. മഞ്ഞപ്ര പഞ്ചായത്ത് കേരള ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു. മഞ്ഞപ്ര പഞ്ചായത്ത് എറണാകുളം ജില്ലയിൽ കേസ് കൊടുത്തു. അപ്പോൾ ഗവൺമെൻറ് അപ്പോഴേക്കും ആ പ്രത്യേക അധികാരം ഉപയോഗിച്ച് പഞ്ചായത്ത് രാജ് ആക്ടിലെ, അതേപോലെ മുനിസിപ്പാലിറ്റീസ് ആക്ടിലെ സെക്ഷൻ 447 പഞ്ചായത്ത് രാജ് ആക്ടിലെ സെക്ഷൻ 232 ഡിലീറ്റ് ചെയ്തു. അതുകൊണ്ട് അധികാരം പോയി. ഇപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത്? ഈസ് ഓഫ് ഡൂയിങ്ങിൻ്റെ ഭാഗമായിട്ട് പഞ്ചായത്തുകളിൽ നിക്ഷിപ്തമായ വെസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രത്യേക അധികാരം, ബിൽഡിംഗ് കൺസ്ട്രക്ഷന് വേണ്ടി അനുമതി കൊടുക്കുവാനുള്ള അധികാരം, പഞ്ചായത്തുകളിൽ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരം ഗവൺമെൻറ് എടുത്തുകൊണ്ട് പ്രത്യേകമായിട്ട് ഒരു അധികാരം ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു അധികാരം ഉപയോഗിച്ച് പഞ്ചായത്ത് സെക്രട്ടറിമാർക്ക് നിർദ്ദേശം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ബിൽഡിംഗ് കൺസ്ട്രക്ഷനുള്ള അനുമതി നൽകണം എന്നുള്ള രൂപത്തിൽ മാൻഡേറ്ററി ഡയറക്ഷൻ കൊടുത്തിരിക്കുകയാണ്. പഞ്ചായത്ത് സെക്രട്ടറിമാർ നിസ്സഹായരാണ്. കാരണം അവർ ഗവൺമെൻറ് നോമിനീസാണ്, ഗവൺമെൻറ് അപ്പോയിൻമെൻറ്റ് ഉള്ളവരാണ്, ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നവരാണ്. അതുകൊണ്ട് ഗവൺമെൻറ് സെക്രട്ടറീസ് ഡിസേബിൾഡ് ആണ്. അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അനുമതി കൊടുക്കേണ്ട ഒരു ഘട്ടമുണ്ട്. അപ്പോൾ ഈ ഘട്ടത്തിൽ ഇവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറിയെ, പഞ്ചായത്തിനെ സംരക്ഷിക്കേണ്ട ബാധ്യതയും കൂടി നിയമപരമായിട്ട് അവരെടുക്കുന്ന നിലപാടുകളെ, അവരെടുക്കുന്ന നടപടിക്രമങ്ങളെ സംരക്ഷിക്കുവാൻ വേണ്ടി കോടതിയെ സമീപിക്കേണ്ട ഒരു അനിവാര്യതയാണ് നിലനിൽക്കുന്നത്. മനസ്സിലല്ലേ? കോടതിയെ സമീപിക്കണം. കാരണം പഞ്ചായത്ത് വാസ്തവത്തിൽ 1980 കാലത്ത് പഞ്ചായത്ത് രാജ് ആക്ട് നടപ്പിലാക്കുമ്പോൾ അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് സർക്കാരിൻ്റെ ഏറ്റവും പ്രാഥമികമായ സർക്കാരാണ് പഞ്ചായത്തുകൾ. അതുകൊണ്ട് പഞ്ചായത്തുകളുടെ കൂടുതൽ അധികാരം പഞ്ചായത്തുകൾക്ക് കൊടുത്തുകൊണ്ടുള്ള ഒരു നിയമ ഭേദഗതിയാണ് ഭരണഘടനാ ഭേദഗതിയിൽ കൂടി നടപ്പിലാക്കിയത്. ആ പഞ്ചായത്ത് രാജ് ആക്ടിനെയാണ് ഇപ്പോൾ 93
93 പഞ്ചായത്ത് രാജ് ആക്ടിനെയാണ് ഇപ്പോൾ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ജനങ്ങളുടെ മുഴുവൻ അധികാരവും സർക്കാരിൽ നിക്ഷിപ്തമാക്കിക്കൊണ്ട് സർക്കാർ നടപടി സ്വീകരിക്കുന്നത്. അപ്പോൾ അതിനെതിരെ ഹൈക്കോടതിയിൽ കേസ് കൊടുക്കാൻ പഞ്ചായത്ത് തയ്യാറായിട്ടുണ്ട്. പഞ്ചായത്തിനെ പിന്തുണച്ചുകൊണ്ട് ഐക്യദാർഢ്യ സമിതിയും സമരസമിതിയും രംഗത്ത് വന്നിട്ടുണ്ട്. ഇവിടെ കൂടിയിരിക്കുന്നവരുടെ അറിവിലേക്ക് പറയുകയാണ്, നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളെ സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. എങ്ങനെ നമ്മൾക്ക് പഞ്ചായത്തിനെ ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കും? എങ്ങനെ അവിടുത്തെ ഏലപ്പുള്ളിയിലെ ജനങ്ങളെ ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കും? എങ്ങനെ ഈ മദ്യ നിർമ്മാണ ഫാക്ടറി ഒയാസിസ് എന്ന് പറയുന്ന ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനിയാണ്. പഞ്ചാബിൽ ഇതേപോലെ ഒരു മദ്യനിർമ്മാണശാല തുടങ്ങി 49 കിണറുകൾ കുഴിച്ച് 49 കിണറുകൾ കുഴിച്ച് അവിടെ മുഴുവൻ പൊല്യൂട്ട് ചെയ്യിപ്പിച്ച് മലിനീകരിച്ചുകൊണ്ട് അവിടെ ജനങ്ങൾക്ക് മുഴുവൻ മലിനജലം സപ്ലൈ ചെയ്യുന്ന ഒരു പ്രസ്ഥാനമായിട്ട് മാറിയതുകൊണ്ട് ആ ഫാക്ടറി അടപ്പിക്കുകയാണ് ചെയ്തത് പഞ്ചാബിൽ. അതോടൊപ്പം തന്നെ ആ ഫാക്ടറിയെ അല്ലെങ്കിൽ ആ കമ്പനിയെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെയുള്ള ഒയാസിസ് കമ്പനിയെയാണ് കേരള സർക്കാർ പരവതാനി വിരിച്ച് കേരളത്തിലേക്ക് എലപ്പുള്ളിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. മലമ്പുഴയിലെ വെള്ളം ഇഷ്ടംപോലെ കൊടുക്കാനുള്ള കരാറാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെ എതിർത്തുകൊണ്ട് നമ്മൾ ശക്തമായ രംഗത്ത് വരണം. അതിന് ഇവിടുത്തെ സമരസമിതിയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഐക്യദാർഢ്യ സമിതിയുണ്ട്, മറ്റ് ധാരാളം സംഘടനകൾ പിന്തുണയുമായിട്ട് രംഗത്തുണ്ട്. 201 സംഘടനകൾ, കേരളത്തിലെ 201 സംഘടനകൾ ഞങ്ങൾക്ക് ഐക്യദാർഢ്യ സമിതിക്ക് പിന്തുണയുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായി എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, കേരള ഹൈക്കോടതിയിൽ ഇപ്പോൾ ഒരു റിട്ട് പെറ്റീഷൻ നിലവിലുണ്ട്. ആ റിട്ട് പെറ്റീഷനിൽ കക്ഷി ചേരുവാനും അവരെ സഹായിക്കാനും വേണ്ടിയിട്ട് ഐക്യദാർഢ്യ സമിതി തീരുമാനമെടുക്കുന്നുണ്ട്, ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് നിങ്ങളുടെ സഹായം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത്രയും സംസാരിക്കാൻ അനുമതി തന്ന ഇതിലെ സംഘാടകർക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.